രാജ്യം യുദ്ധം നേരിടുമ്പോൾ ഏറ്റവും വലിയ ഭീഷണി എല്ലായ്പ്പോഴും പുറത്തു നിന്നല്ല വരുന്നത്. ചിലപ്പോൾ ഏറ്റവും വലിയ പോരാട്ടം രാജ്യത്തിനുള്ളിൽ തന്നെയായിരിക്കും. ഇപ്പോൾ ഇറാനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നതും അതുതന്നെയാണ്. ഒരു വശത്ത് അമേരിക്കയുമായുള്ള സംഘർഷം, മറ്റൊരു വശത്ത് ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള വലിയ തർക്കം. ഇതിനിടയിൽ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ളിൽ അഭിപ്രായ ഭിന്നതകൾ ശക്തമാവുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന പേര് മൊജ്തബ ഖമേനി. ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയേറ്റ മൊജ്തബ ഖമേനിയും രാജ്യത്തിന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ അതിരൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളും അധികാര വടംവലിയും രൂക്ഷമായിരിക്കുകയാണ്. തനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ തീരുമാനമെടുത്താൽ ഞാൻ രാജിവെക്കുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്ന പെസഷ്കിയാനോട് ഒട്ടും സമയം കളയണ്ട, വേണമെങ്കിൽ ഇപ്പോൾ തന്നെ രാജിവെച്ച് പോയിക്കോളൂ, നിങ്ങളുടെ രാജി ഞാൻ സ്വീകരിക്കും എന്ന് മൊജ്തബ ഖമേനി അന്ത്യശാസനം നൽകിയെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ലോകത്തെ 1/5 എണ്ണയും കടന്നുപോകുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഉപരോധിക്കുന്ന കാര്യത്തിലും അമേരിക്കയോടുള്ള നിലപാടിലുമാണ് ഇവർ തമ്മിൽ ഈ ഒരു കൊമ്പുകോർക്കൽ. എന്താണ് ഇറാനിൽ ശരിക്കും സംഭവിക്കുന്നത്? പെസഷ്കിയാനെ സൈഡ് ലൈൻ ചെയ്യാൻ മൊജ്തബ പ്ലാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വിശദമായിട്ട് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് വാർ ISW ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ വിദേശ നയത്തിലും സുരക്ഷാ തീരുമാനങ്ങളിലും പ്രസിഡന്റ് പെസഷ്കിയാൻ വൻ സമ്മർദ്ദത്തിലായിരുന്നു. രാജ്യത്തെ മുൻനിര ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ കൂടിയായ മസൂദ് പെസഷ്കിയാൻ ഒരു പ്രാഗ്മാറ്റിസ്റ്റ് കൂടിയാണ്, അതായത് പ്രായോഗിക രാഷ്ട്രീയം പിന്തുടരുന്ന നേതാവാണ്. അമേരിക്കയുമായി ചർച്ച നടത്താനും സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നേടി ഇറാന്റെ സാമ്പത്തിക തകർച്ച ഒഴിവാക്കാനും താൽപര്യപ്പെടുന്ന വിഭാഗമാണ് ഇവർ. എന്നാൽ മറുവശത്ത് മൊജ്തബ ഖമേനിയും വിപ്ലവ സേനയായ IRGCയും വൻകിട അൾട്രാ ഹാർഡ്ലൈനേഴ്സ് ആണ്. അവർക്ക് അമേരിക്കയുടെ വിട്ടുവീഴ്ചയില്ലാത്ത ഏറ്റുമുട്ടലാണ് വേണ്ടത്. മുൻപ് നയതന്ത്ര തർക്കങ്ങൾ വരുമ്പോൾ തനിക്കുള്ള ഒരേയൊരു രാഷ്ട്രീയ ആയുധമായ രാജി ഭീഷണി പെസഷ്കിയാൻ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഈ ഭീഷണി ഇനി ചെലവാകില്ല എന്ന് മൊജ്തബ വ്യക്തമാക്കിയതോടെ പെസഷ്കിയാന്റെ കൈകളിലെ അവസാന കാർഡും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ അധികാര പോരിന്റെ കേന്ദ്രബിന്ദു ലോകത്തിന്റെ എണ്ണ ഞരമ്പായിട്ടുള്ള സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ആണ്. അൾട്രാ ഹാർഡ് ലൈനേഴ്സിന്റെ അഭിപ്രായത്തിൽ അമേരിക്കയ്ക്കെതിരെയും സഖ്യകക്ഷികൾക്കെതിരെയും പ്രയോഗിക്കാവുന്ന ഏറ്റവും വലിയ ബാർഗെയിനിങ് ചിപ്പ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുകയോ ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുകയോ ചെയ്യുക എന്നതാണ്. എന്നാൽ പെസഷ്കിയാനും മുൻ വിദേശകാര്യമന്ത്രി ജവാദ് സരീഫും അടങ്ങുന്ന വിഭാഗം ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അടച്ചിടുകയോ ആഗോള എണ്ണ നീക്കം തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ ഇറാനെതിരായിട്ട് ചൈന ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾ പോലും തിരിയാൻ ഇടയാകുമെന്ന് സരീഫ് പരസ്യമായിട്ട് താക്കീത് നൽകി. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇറാനെ ഒറ്റപ്പെടുത്തുമെന്നാണ് പെസഷ്കിയാൻ ക്യാമ്പിന്റെ ഭയം. അച്ഛനായ ആയത്തുള്ള അലി ഖമേനിയുടെ നിര്യാണത്തിന് ശേഷം അധികാരം ഏറ്റെടുത്ത മൊജ്തബ ഖമേനി തുടക്കം മുതലേ കടുപ്പമേറിയ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇറാന്റെ സുരക്ഷാ പ്രതിരോധ തീരുമാനങ്ങളിൽ നിന്ന് പെസഷ്കിയാൻ സർക്കാരിനെ മാറ്റി നിർത്തി IRGC കമാൻഡർ അഹമ്മദ് വാഹിദിക്കും സൈനിക ഉപദേഷ്ടാക്കൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാനാണ് മൊജ്തബ ശ്രമിക്കുന്നത്. അമേരിക്കയിലെ പുതിയ ട്രംപ് ഭരണകൂടം സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് മോസൻ റസായെ പറയുന്നത് ഇറാന്റെ റൂട്ട് വഴിയല്ലാതെ ഒരു അമേരിക്കൻ കപ്പലും കടന്നു പോകാൻ അനുവദിക്കില്ല, ലംഘിച്ചാൽ ആക്രമിക്കും എന്ന് തന്നെയാണ്. അതായത് പ്രസിഡന്റ് പെസഷ്കിയാന്റെ സമാധാന ചർച്ചകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് പുതിയ രജീം. ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒന്ന്, പെസഷ്കിയാന്റെ നയതന്ത്ര ശ്രമങ്ങൾക്ക് തടയിട്ടുകൊണ്ട് കടുത്ത സൈനിക നിലപാടുകളിലേക്ക് ഇറാൻ കടക്കുകയാണ് എന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 2, മുൻപ് താൽക്കാലിക സീസ് ഫയർ ഡീൽസ് ഉണ്ടായെങ്കിലും അമേരിക്ക ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ പെസഷ്കിയാന്റെ സാമ്പത്തിക വാഗ്ദാനങ്ങൾ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. 3, പെസഷ്കിയാൻ രാജിവെക്കുകയാണെങ്കിൽ അത് രാജ്യത്ത് വലിയൊരു രാഷ്ട്രീയ വിടവ് ഉണ്ടാക്കുമെങ്കിലും മൊജ്തബ അതിനെ ഭയക്കുന്നില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക വീണ്ടും ചർച്ചകൾക്ക് വാതിൽ തുറന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇറാൻ അത് നിഷേധിച്ചിരിക്കുകയാണ്. അതേസമയം ഹോർമുസിനെ ചുറ്റുപറ്റിയുള്ള സമ്മർദ്ദ രാഷ്ട്രീയം തുടരുകയും ഇറാന്റെ ആഭ്യന്തര തീരുമാനമെടുക്കൽ രീതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ പല അവകാശവാദങ്ങൾക്കും ഇപ്പോഴും സ്വതന്ത്ര സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ, ബാഹ്യ ശത്രുക്കളായ അമേരിക്കയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുമ്പോൾ തന്നെ ഇറാന്റെ അകത്തളങ്ങളിൽ മറ്റൊരു വമ്പൻ രാഷ്ട്രീയ യുദ്ധം നടക്കുകയാണ്. പെസഷ്കിയാനെ നിശബ്ദനാക്കി മൊജ്തബ ഖമേനിയും ഹാർഡ് ലൈനേഴ്സും പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധം ഇനി മറ്റൊരു പുതിയ തലത്തിലേക്ക് കടക്കുമോ? ഇപ്പോൾ ലോകം നോക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മാത്രമല്ല, ഇറാന്റെ അകത്ത് തീരുമാനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതുകൂടിയുണ്ട്. മൊജ്തബ ഖമേനിയുടെ സ്വാധീനം യഥാർത്ഥത്തിൽ വർദ്ധിക്കുകയാണോ? പ്രസിഡന്റ് പെസഷ്കിയാന് എത്രത്തോളം തീരുമാനങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ട്? ഹോർമുസ് വിഷയത്തിൽ ഇറാൻ ഏത് വഴി തിരഞ്ഞെടുക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് അടുത്ത ദിവസങ്ങളിൽ പശ്ചിമേഷ്യയുടെയും ആഗോള ഊർജ്ജ വിപണിയുടെയും രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.